നാട്ടിലിറങ്ങി നടക്കുമ്പോൾ അധികാരികളെ പോലീസ്, അധികാരികളെ സർക്കാർ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ കാട്ടാനകൾ KNG റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിലമ്പൂർ മേഖലയിലെ മലയോര പഞ്ചായത്തുകളിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുകയും KNG റോഡിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെയുള്ള ഭാഗം കാട്ടാനകളുടെ വിഹാരകേന്ദ്രമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചക്കുത്ത് വനം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുട്ടിക്കടവിൽ നിന്നും പൂച്ചക്കുത്ത് വനം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ ഉൾപ്പെടെ പങ്കെടുത്തു. വനം ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് DCC പ്രസിഡന്റ് VS ജോയ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പുഴകളുള്ള, അവയുടെ പോഷക നദികളുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ വലിയ സാങ്കേതികമായ വിഷയങ്ങളുള്ള ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണത്തെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം വളരെ ലാഘവത്തോടെ സംസ്ഥാന ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചുങ്കത്ര പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ, പോത്തുകൽ പഞ്ചായത്തിന്റെ ചാത്തമുണ്ട ഉൾപ്പെടെ ചാലിയാർ പഞ്ചായത്തിന്റെ മേഖലകളിലൊക്കെ തന്നെ കാട്ടാന ഇവിടെ നട്ടുച്ചയ്ക്കും നട്ടപ്പാതിരിക്കും കടന്നു വരികയാണ്. അവിടെ കടന്നു ചെന്ന് ആനയെ മയക്കുവഴി വെച്ച് തളച്ച് ഈ ആനയെ ഇവിടെ നിന്ന് വലിയ വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ഒരു നടപടിയും നാളിതുവരെയായി കൈകാര്യം ചെയ്തിട്ടില്ല. നമ്മുടെ തൊട്ടു മുമ്പിലുള്ള ഈ വനമേഖലയിൽ 5 or 6 ആനകൾ മാസങ്ങളായി ജനങ്ങളെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം വലിയ പ്രയാസമാണ്. സംസ്ഥാന സർക്കാർ, വനം മന്ത്രി ഈ വിഷയത്തിൽ ഇതിനകത്തൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. നിലമ്പൂരിന്റെ MLA ഉറക്കം നടിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ രാജ്യത്ത് വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകിയ 75 കോടി, ഒരു നയാ പൈസ പോലും ലാപ്സാവാതെ ആ 75 കോടിയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത പണം മുഴുവൻ ഇവർ ചെലവഴിക്കുന്നു. എന്നാൽ കാട്ടാനയുടെ, കാട്ടുപന്നിയുടെ, കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 45 കോടി രൂപ, ആ 45 കോടിയിൽ ബഹുഭൂരിപക്ഷം പണവും ലാപ്സായി പോയിരിക്കുന്നു. കർഷകർക്ക് വേണ്ടി, ജനവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹാങ്ങിങ് ഫെൻസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ നൂതനമായ ആശയങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ആ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് പകരം, ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നതിന് പകരം അങ്ങനെ നിരവധിയായ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇവിടെ വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുണ്ട്. പക്ഷേ അതൊന്നും ആലോചിക്കാനോ അതൊന്നും നടപ്പിൽ വരുത്താനോ തയ്യാറാവാതെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൊടുത്തിരിക്കുന്ന പണം ദൂർത്തടിച്ച് ദുർവ്യയം ചെയ്യുന്ന വനം മന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ OT ജെയിംസ്, ഉസ്മാൻ മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന KNG റോഡിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. DCC പ്രസിഡന്റ് VS ജോയ്, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉൾപ്പെടെയുള്ളവർ നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്കുമായി നടത്തിയ ചർച്ചയിൽ ആനശല്യം രൂക്ഷമായ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കാമെന്ന് ഉറപ്പു നൽകി. A+ വിഷൻ ന്യൂസ്, നിലമ്പൂർ.